ഇന്ത്യ മുന്നണിയെ കീറിപ്പൊളിച്ച് പല രൂപത്തിലേക്ക് മാറ്റാൻ ശ്രമിക്കുന്ന ആദ്യ കാഴ്ച 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു പിന്നാലെ നടന്ന ഹരിയാന തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. എന്നാൽ അന്ന് അത്ര കണ്ട് പുറത്തേക്ക് വന്നിട്ടില്ല എങ്കിലും ഡൽഹി തെരഞ്ഞെടുപ്പോടെ കാര്യങ്ങൾ പ്രത്യക്ഷത്തിൽ തന്നെ തെളിഞ്ഞു കത്തി എന്ന് വേണം പറയാൻ. ഇപ്പോഴിതാ രാഹുലിനെ പോലും മാറ്റണമെന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ കോലാഹലങ്ങൾക്കൊടുവിൽ ഈ മുന്നണി ഇനി ഇല്ല എന്ന തരത്തിൽ പോലും കാര്യങ്ങളെ കൊണ്ടെത്തിക്കാൻ അഖിലേഷ് യാദവും മമതയ്ക്കും അടക്കം സാധിച്ചിരുന്നു. ചുരുക്കം പറഞ്ഞാൽ അഖിലേഷ് യാദവും മമതാ ബാനർജിയും ഉദ്ധവ് താക്കറെയും പരസ്യമായി സംഘി കെജ്രിവാളിനെ ദില്ലിയിൽ പിന്തുണച്ച് കോൺഗ്രസിനെയും രാഹുൽ ഗാന്ധിയെയും പരമാവധി ദുർബലപ്പെടുത്താൻ ശ്രമിക്കുമ്പോൾ ഒമർ അബ്ദുള്ളയെ പോലുള്ള നേതാക്കൾ പരോക്ഷ പ്രസ്താവനകളിലൂടെ കെജ്രിവാളിനെ പിന്തുണച്ച് കോൺഗ്രസിനെ വരുതിയിൽ നിർത്താൻ ശ്രമിക്കുന്ന അതേ സമയത്ത് തന്നെയാണ് അദ്ദേഹത്തിന്റെ അച്ഛനും നാഷണൽ കോൺഫറൻസ് നേതാവുമായ ഫറൂഖ് അബ്ദുള്ള മുസ്തഫാബാദിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി അലി മെഹന്ദിക്ക് വേണ്ടി പ്രചാരണം നടത്തി രാഹുൽ ഗാന്ധിക്ക് ശക്തി കൊടുക്കാൻ ശ്രമിക്കുന്നത്. അത് ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചാരണം നടത്തിയ ഏക സഖ്യകക്ഷി നേതാവാണ് ഫറൂഖ് അബ്ദുള്ള. ഭാവിയിൽ ചരിത്രം രേഖപ്പെടുത്തുമ്പോൾ ദില്ലിയിൽ സംഘപരിവാറിന്റെ എ ടീമും ബി ടീമും തമ്മിൽ പോരാടിയപ്പോൾ മതേതര ചേരിയിൽ കോൺഗ്രസിനോടൊപ്പം ഉറച്ചു നിന്ന ഏക നേതാവായി ഫറൂഖ് അബ്ദുള്ളയുടെ പേര് തങ്കലിപികളിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. പക്ഷേ അവിടെ മകൻ ഒമർ അബ്ദുള്ള, ഇന്ത്യ മുന്നണിയുടെ മാത്രം ബലത്തിൽ അധികാരത്തിൽ കയറിയ ഒമർ അബ്ദുള്ളയുടെ പേര് ഇരുണ്ടക്ഷരങ്ങളിലായിരിക്കാം. കാരണം രാജ്യത്തിന്റെ ജനാധിപത്യത്തെ പിച്ചു ചീന്തുന്ന തരത്തിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന BJPയുടെ കൂടെയാണ് ആരുള്ളത്? ഒമർ അബ്ദുള്ള ഉള്ളത്. കഴിഞ്ഞിടക്ക് ഒരു വേദി കിട്ടിയപ്പോൾ അദ്ദേഹം അത് തുറന്ന് പ്രകടിപ്പിക്കുകയും മോദി ഇങ്ങനെ വനോളം പുകഴ്ത്തുകയും ചെയ്തു. ദൈവതുല്യനായിട്ടാണ് ഒമർ മോദി എന്ന് വാഴ്ത്തിപ്പാടിയത്. മോദി RSS നേതാവ് മോഹൻ ഭഗവത് പോലും പറഞ്ഞത് ആരും ദൈവപുത്രനായി വിലസേണ്ടതില്ല എന്നാണ്. എന്നിട്ട് പോലും ഒമർ മോദിയെ വാഴ്ത്തിപ്പാടുകയുണ്ടായി. അവിടേക്കാണ് ഒമറിന്റെ പിതാവ് തന്നെ കളം നിറഞ്ഞ് കോൺഗ്രസിനോടൊപ്പം രാഹുലിനെ ശക്തിപ്പെടുത്താൻ എത്തിയിരിക്കുന്നത്.